അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇതിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കിവിടെ റാഹത്താണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെന്താ, രാവിലത്തെ കാൽച്ചായ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഡോണറ്റ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് പാക്കറ്റിലുള്ള കേട്ടോ. സൂപ്പർ മാർക്കറ്റ് കണ്ടപ്പോൾ വാങ്ങിയതാണ്. എങ്ങനെയുണ്ടോ എന്നറിയില്ലല്ലോ, പക്ഷേ കഴിച്ചൊക്കെ അടിപൊളിയായിട്ടല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്നാൽ നമ്മൾ വയറിനറിയില്ലല്ലോ, അപ്പോൾ കുറച്ച് പുളിവച്ചത് കൊടുത്ത് അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുട്ടാപ്പി നിൽക്കുന്നത്. ഇപ്പോൾ ഓനിപ്പോൾ നിൽക്കാനൊക്കെ തുടങ്ങിക്കണല്ലോ. അപ്പോൾ ജനലിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. എന്താ എനിക്ക് പോലും അറിയില്ല. എന്തൊക്കെയോ ഇങ്ങനെ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല എന്തായാലും. ഓനെ നോക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം എന്നാൽ എനിക്ക് മുത്താര ഉണ്ടാക്കിയത്. അപ്പോൾ മുത്താര കൊടുക്കാൻ വിചാരിച്ച്. അപ്പം എന്താ ടാസ്ക് ഇമ്മാണ് ഏറ്റെടുത്തത്. ഫുഡ് എടുക്കുമ്പോൾ ഒരു ഫേഷ്യൽ ചെയ്ത മൈഡിയ ആണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. തിന്നൂല്ല, വായ തുറക്കൂല്ല. അപ്പം ഇങ്ങനെ കോമ്മ കുത്തി കയറ്റുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കണം. ഒന്ന് മുറ്റമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് മുറ്റമൊക്കെ ആകപ്പാടെ ചളിവെളിയാണ്. പൊതുവേ ഞാൻ ഇറങ്ങിയില്ല. ഇതൊക്കെ ഈ ഡ്യൂട്ടിയൊക്കെ എൻ്റെ ഇത്താത്താണ് ചെയ്യൽ. അപ്പം ഇന്നുകൊണ്ട് ഇവിടെ ഇല്ലാത്തതിനാൽ ഞാൻ ഏറ്റെടുത്തേക്കണം. അപ്പം ഞാൻ ഇവിടുത്തെ അങ്ങനെ മുറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞതാ കിച്ചണിലേക്ക് എത്തിക്കണം. നമുക്കിതാ പച്ചരി വറ്റടിച്ചതും പിന്നെ ബീഫ് കറിയൊക്കെ കാണുന്നത് സ്പെഷ്യൽ. നിങ്ങൾ വിചാരിക്കും വെറും ഇവർക്ക് പത്തിരിയാണ് എല്ലാനെ തരുന്ന ചോറ് ബാക്കി ഉണ്ടായപ്പോൾ പിന്നെ ഇതാക്കാൻ വിചാരിച്ച്. പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പത്തിരി ഉണ്ടാക്കിയത്. പക്ഷേ വീഡിയോ വരുമ്പോൾ അടുപ്പിച്ചോ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണ്ടേ, സമയം എടുക്കുമല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ രണ്ടാമത്തെ പത്തിരി ചുട്ടുന്നത്. ഫസ്റ്റത്തെ പത്തിരി എന്തായാലും നമുക്ക് മുറിയണമല്ലോ, അത് സ്വാഭാവികം. അങ്ങനെ എൻ്റെ പത്തിരിയൊക്കെ ഞാൻ ചുട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഞാൻ പത്തിരി നല്ല എക്സ്പെർട്ട് ആയതുകൊണ്ട് നല്ല നീറ്റിൽ നല്ല കുട്ടപ്പനായിട്ട് കിട്ടിയിരിക്കണം. Think it's hard how we always wait another day. അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിക്കണം. അപ്പോൾ രണ്ട് പത്തിരിയും കുറച്ച് ബീഫ് കറിയൊക്കെ എടുത്ത് അതുകൊണ്ട് കഴിക്കട്ടെ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കെന്താ ക്ലീനിങ്ങും പരിപാടിയുണ്ട്. അനിയത്തി അടിച്ച് വരുത്തി നിൽക്കണം. ഞാൻ ടേബിളും തുടയ്ക്കണം, അകം തുടയ്ക്കണം. അതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഗ്രാഫ്റ്റിൻ്റെ ഓർഡർ ഇട്ടിക്കണം. ഞാൻ പൊതുവേ ഇപ്പം അങ്ങനെ ഓർഡറൊന്നും ഇടലില്ല. ഇട്ടിട്ട് എനിക്കത് നമുക്കൊരു 3 ഓർഡർ ഇടുന്നത് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പം എനിക്കിതാ 3 മിനി ഫ്രെയിമിൻ്റെ ഓർഡറും പിന്നെ ഞാനൊരു മിനി ഹാമ്പർ 300 റുപ്പീസിന് 4 ഫ്രെയിമും പിന്നെ പോളറോയിഡും ഒരു വിഷ് കാർഡും ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുള്ള 300 റുപ്യക്ക് ഒരു ഈ സെയിം ഹാമ്പർ. അപ്പം അതിൻ്റെ ഒരു ഓർഡറും ഒക്കെ വന്നിക്കണം. അപ്പം അതൊക്കെ സെറ്റാക്കുകയാണ്. 3 ഫ്രെയിം കൊടുക്കാനുണ്ട്. ഞാൻ ഫ്രെയിം സെറ്റ് വിചാരിച്ചപ്പോൾ ഇതിനെക്കാട്ടി മുന്നേ പോയിട്ട് അമ്മ കയറി. അപ്പം ഞാൻ അതവിടെ അവസാനിപ്പിച്ച് ഞാൻ ചോക്കോസും കഴിച്ച് ഫ്രഷായിട്ട് ചോറും തിന്നിട്ട് മോൻ ഉറങ്ങിയിട്ട് സെറ്റൊക്കെ വിചാരിച്ച്. പിന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ശേഷം സെറ്റാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്കിതാ 3 മിനി ഫ്രെയിമിൻ്റെ ഓർഡറും പിന്നെ ഒരു ഹാമ്പറും പിന്നെ ഒരു വാലറ്റിൻ്റെ ഓർഡറും പിന്നെ എന്താ ബുക്ക് ആൽബും പോളറോയിഡിൻ്റെ ഓർഡറൊക്കെ വന്നത്. അപ്പോൾ ഞാൻ 3 എനിക്ക് നാളെ കൊടുക്കേണ്ടതാണ്. അപ്പം ഞാൻ അതിൻ്റെ പ്രിൻ്റൊക്കെ തലേന്ന് പോയിട്ട് എടുത്തിക്കണം. പിന്നെ ബൊക്ക ഷീറ്റ് വാങ്ങിക്കണം. അപ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്കൊരു സർപ്രൈസായിട്ടൊരു കിൻഡർ ജോയൊക്കെ വെച്ചുള്ള ബൊക്ക ഉണ്ടാക്കാൻ എൻ്റെ പ്ലാൻ. നടക്കുമോ അറിയില്ല, നോക്കി വെക്കാം. അങ്ങനെ ഫ്രെയിമൊക്കെ ക്ലീൻ ചെയ്തിട്ട് സെറ്റാക്കാണ്. ബ്ലാക്കത്തെ ടാപ്പൊക്കെ ഒട്ടിക്കുകയാണ്. പിന്നെ ഹാമ്പർ പിന്നെ ഞായറാഴ്ച കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഫ്രെയിം സെറ്റാക്കി വെച്ച് അതിൽ വെച്ചാൽ മതിയല്ലോ. പോളറോയിഡ് സെറ്റാക്കാനുണ്ട്. ആ ഹാമ്പറിൽ വരുന്നത് പോളറോയിഡും 4 ഫ്രെയിമും ഒരു വിഷ് കാർഡും ചോക്ലേറ്റൊക്കെയാണ്. പിന്നെ ഇനി പോളറോയിഡ് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്രെയിമൊക്കെ സെറ്റാക്കി വെക്കട്ടെ. നമുക്കൊരു 3 ഓർഡർ വരുമ്പോൾ ഭയങ്കര സന്തോഷിക്കുമല്ലോ. അങ്ങനെ എനിക്ക് ഓഫർ ഇട്ടപ്പോൾ വന്ന ഓർഡറാണ് ഇതൊക്കെ. പിന്നെ ഒരു അടിപൊളി എഗ് മയോ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി പോണത്. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തുവെച്ച വീഡിയോ ആണ്. ഇത് സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുമല്ലോ വിചാരിച്ചിട്ട്, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാൻ. അങ്ങനെ 2 എഗ് എടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. Let's live down by the water, watch you come and go home. I wish we were both to like sail away. പിന്നെ കോഴിമുട്ടയൊക്കെ നല്ലോണം പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക്
ഒരു കഷ്ണം ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു ടേബിൾ സ്പൂൺ മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കാം. പിന്നെ കുറച്ചധികം മയോണീസാണ്, ഞാൻ ഇവിടെ പുറത്തുനിന്ന് വാങ്ങിയ മയോണീസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ വീട്ടിലുണ്ടാക്കാം. ഞാൻ പിന്നെ ഇതുള്ളതുകൊണ്ട് ഇതിട്ട് അപ്പോൾ അങ്ങനെ അതൊഴിച്ചിട്ട് അതിന് കണക്കില്ല, നമുക്ക് ഏകദേശം മനസ്സിലാവല്ലോ മയോണീസൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി വെക്കാം. It's being I'm good alone. I'll be okay, miss you like an old friend. Too scared now, thinking I should call up all night. അങ്ങനെ ഇതാ ഫില്ലിംഗ് ഒക്കെ സെറ്റ് ആയിക്കണ്. നമുക്കിതാ ബ്രെഡ് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇവിടെ എടുത്തത് സാൻഡ്വിച്ച് ബ്രെഡാണ്. നോർമൽ ബ്രെഡ് ആയാലും മതി, നിർബന്ധമില്ല ഇത് തന്നെ വേണമെന്നൊന്നും. അങ്ങനെ ഇതാ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ ഫില്ലിങ് വെച്ചിട്ട് മറ്റേ ബ്രെഡ് കൊണ്ട് അങ്ങോട്ട് മൂടി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതാ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടുള്ള കല്ലിലേക്ക് ഇങ്ങനെ എന്നിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കാം. അതാണ് ഇത് ടാസ്ക്. How we watch things the kids walk away. Let's live down by the water, watch you come and go home. I wish we were both to like sail away. I just don't wanna care. അങ്ങനെ എന്താ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സാൻഡ്വിച്ച് കിട്ടിയിരിക്കണം. എൻ്റെ കഴിഞ്ഞിട്ട് ചോപ്പ് കണ്ടില്ലേ, കുക്കർ തട്ടിയതാണ് കോഴിമുട്ട പൊയ്യതിൻ്റെ ശേഷം. ഞാൻ ഇതിൻ്റെ അടയാളം വന്നിക്കണം, അതേക്ക് നിങ്ങൾക്ക് ഇനി മുമ്പ് കാണാൻ പറ്റുന്നത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തതുകൊണ്ട് അതാണ് അങ്ങനെ. പിന്നെ ഇതാ ബ്രെഡൊക്കെ ഇതാ കട്ട് ചെയ്ത് നല്ല അടിപൊളി എഗ് മയോ സാൻഡ്വിച്ച് കിട്ടിക്കണം. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായിക്കണം. അപ്പോൾ അതാ സംഭവം സെറ്റായിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബായ്. എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.